ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് SCRT ക്ലാസ്സസിലെ 3 ചാപ്റ്ററാണ്. 6ാം ക്ലാസ്സിലെ സയൻസിൽ നിന്നുള്ള അവസാനം 3 ചാപ്റ്റേഴ്സാണ്. മാറ്റങ്ങളുടെ ലോകം, ചലനം നിത്യജീവിതത്തിൽ, അതുപോലെ മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി എന്നുള്ളതാണ്. ഇതോടെ നമ്മുടെ സയൻസിലത്തെ ഭാഗങ്ങളെല്ലാം തന്നെ തീരുകയാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചാപ്റ്ററാണ് മാറ്റങ്ങളുടെ ലോകം എന്ന് പറയുന്നത്. എന്താണ് ഭൗതിക മാറ്റം എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങളുടെ വലിപ്പം, ആകൃതി, അവസ്ഥ തുടങ്ങിയ ഭൗതിക സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റമാണ് ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും എല്ലാം എന്താണ്? ഭൗതിക മാറ്റങ്ങളാണ്. ഇവ മൂലം പുതിയ പദാർത്ഥങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ഇങ്ങനെ ഭൗതിക മാറ്റം നടക്കുമ്പോൾ ഊർജ്ജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു. ഭൗതിക മാറ്റങ്ങൾ താൽക്കാലികമാണ്. അപ്പോൾ ഭൗതിക മാറ്റം എന്ന് പറഞ്ഞാൽ താൽക്കാലികമാണ്. അതുപോലെ എന്താണ്? വലിപ്പം, ആകൃതി, അവസ്ഥ തുടങ്ങിയവയിലുള്ള മാറ്റത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ഭൗതിക മാറ്റം എന്ന് പറയാം. വികസിക്കുകയോ ഉരുകുകയോ പൊട്ടുകയോ ചെയ്യുന്നതൊക്കെ ഭൗതിക മാറ്റത്തിന് ഉദാഹരണമാണ്. പ്രകൃതിയെ സംരക്ഷിക്കാം. പ്ലാസ്റ്റിക് കത്തുമ്പോൾ ജീവജാലങ്ങൾക്ക് ഹാനികരമാവുന്ന വിഷവാതകങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്ലാസ്റ്റിക് വലിച്ചെറിയാതെയും കത്തിക്കാതെയും പുനരുപയോഗിക്കുന്നതും പുനർനിർമ്മാണത്തിന് നൽകുന്നതും പ്രകൃതി സംരക്ഷണ പ്രവർത്തനമാണ്. ഭൗതിക മാറ്റങ്ങൾ ശരിയായി ഉപയോഗപ്പെടുത്തി പ്രകൃതിയെ സംരക്ഷിക്കൂ. നമ്മൾ പറഞ്ഞ സാധനം പൊട്ടുക ഒക്കെ ചെയ്യുന്നത് ഭൗതിക മാറ്റമാണെന്ന് പറഞ്ഞാൽ പൊട്ടിയ പ്ലാസ്റ്റിക്കിനെ തന്നെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? റീസൈക്കിൾ ചെയ്തിട്ട് ഉപയോഗിക്കാൻ കഴിയും. പേപ്പറുകളൊക്കെ വീണ്ടും നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ പാത്രങ്ങൾ, കിച്ചണിലെ പാത്രങ്ങളായാലും നമുക്ക് അലുമിനിയം പാത്രങ്ങൾ പോലെയൊക്കെ അതെന്ത് ചെയ്ത് വരുന്നുണ്ട്? വീണ്ടും റീസൈക്കിൾ ചെയ്ത് വരുന്നുണ്ടോ അല്ലേ? അപ്പോൾ ഭൗതിക മാറ്റങ്ങൾ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പറയുന്നത് നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ഇനി എന്താണ് രാസമാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഭൗതിക മാറ്റം താൽക്കാലികമാണെന്ന് പറഞ്ഞു. അപ്പോൾ രാസമാറ്റം എന്ന് പറയുന്നത് എന്താണ്? സ്ഥിരമാണെന്ന് പറയാം. ഭൗതിക മാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ രാസമാറ്റത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഇത്തരം മാറ്റം നടക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയോ അതുപോലെ എന്ത് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്? പുറത്തു വിടുകയോ ചെയ്യുന്നുണ്ട്. രാസമാറ്റം ഉണ്ടാകുമ്പോൾ പദാർത്ഥത്തിൻ്റെ രാസഗുണങ്ങളിൽ മാറ്റമുണ്ടാക്കുകയും പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. ഈ രാസമാറ്റത്തിന് കുറേ ഉദാഹരണങ്ങളും അവിടെ തന്നിട്ടുണ്ടായിരുന്നു. ആഹാരം ദഹിക്കുന്നത്, ചെമ്പ് പാത്രങ്ങളിൽ ക്ലാവ് പിടിക്കുന്നത്, ഇരുമ്പ് തുരുമ്പിക്കുന്നത്, തൈര് പുളിക്കുന്നത്, പൂത്തിരി കത്തുന്നത്, ആഹാരം വേവുന്നത്, മുറിച്ച ആപ്പിളിൻ്റെ നിറം മാറുന്നത്, മാലിന്യങ്ങൾ ജീർണിക്കുന്നത്, ഇവയെല്ലാം എന്താണ്? ഒരു രാസമാറ്റത്തിന് ഉദാഹരണമാണ്. ഇവയൊന്നും വീണ്ടും പഴയപടി ആവാൻ സാധിക്കുന്നതില്ല. കാരണം ഇതൊക്കെ എന്താണ്? രാസമാറ്റം എന്ന് പറയുന്നത് സ്ഥിരമായ മാറ്റങ്ങളാണ്. ഇനി എന്താണ് തുരുമ്പ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് വായുവിലെ ഈർപ്പവും ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് തുരുമ്പ് ഉണ്ടാവുന്നത്. എണ്ണ പുരട്ടിയോ പെയിൻറ് ചെയ്തോ ഇരുമ്പ് സാധനങ്ങൾ തുരുമ്പ് പിടിക്കുന്നത് നിയന്ത്രിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇരുമ്പിന് വായുവുമായുള്ള സമ്പർക്കം ഒഴിവാകുന്നു. ഇരുമ്പ് വായുവിലെ ഈർപ്പവും ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? തുരുമ്പ് ഉണ്ടാകുന്നത്. പൂത്തിരിയിൽ രാസപദാർത്ഥങ്ങളുണ്ട്. അതിൽ രാസോർജം അടങ്ങിയിരിക്കുന്നു. പൂത്തിരിയിലെ പദാർത്ഥങ്ങളിൽ മാത്രമല്ല എല്ലാ പദാർത്ഥങ്ങളിലും രാസോർജം അടങ്ങിയിരിക്കുന്നു. പൂത്തിരി കത്തുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള രാസോർജമാണ് ശബ്ദം, പ്രകാശം, താപം എന്നീ ഊർജങ്ങളായി മാറുന്നത്. അപ്പോൾ പൂത്തിരിയിലെ രാസോർജമാണ് എന്തായി മാറുന്നത്? ശബ്ദം, പ്രകാശം, താപം എന്നീ ഊർജങ്ങളായി മാറുന്നത്. ഇനി എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ഹരിതകത്തിൻ്റെ സഹായത്താൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അത് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? നമ്മൾ ചെടിയിൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അതിനുവേണ്ടി അവർ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡുമാണ് ഉപയോഗിക്കുന്നത്. ഇനി മിന്നാമിനുങ്ങ്. രാത്രിയിൽ മിന്നാമിനുകൾ പ്രകാശിക്കുന്നത് കണ്ടിട്ടില്ലേ? അവയുടെ ശരീരത്തിലെ ചില രാസവസ്തുക്കളാണ് പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നത്. മിന്നാമിന്ന് പ്രകാശിക്കുമ്പോൾ രാസോർജം പ്രകാശോർജമായി മാറുന്നു. അപ്പം മിന്നാമിനുങ്ങിൽ സംഭവിക്കുന്നത് എന്താണ്? രാസോർജം എന്തോർജമായിട്ടാണ് മാറുന്നത്? പ്രകാശോർജമായിട്ടാണ് മാറുന്നത്. അതുപോലെ ചലിക്കുന്ന യന്ത്രങ്ങളിലെല്ലാം തന്നെ എന്തുണ്ട്? യാന്ത്രികോർജം എന്ന് പറയുന്നത് ഉണ്ട്. ഫിലമെന്റ് ബൾബ്. വൈദ്യുതോപയോഗം കൂടുതലാണ് ഫിലമെന്റ് ബൾബിൽ. താപോർജവും വളരെ കൂടുതലാണ്. എവിടെ? ഫിലമെന്റ് ബൾബുകളിലുള്ളത്. ഇനി അത് CFL ആകുമ്പോഴോ
വൈദ്യുത ഉപയോഗവും കുറവാണ്, അതുപോലെ താപോർജ്ജവും കുറവാണ്. ഇനി LED ബൾബ് എടുത്ത് പറഞ്ഞാൽ വൈദ്യുത ഉപയോഗം വളരെ കുറവാണ്, താപോർജ്ജം അതുപോലെ എന്താണ് വളരെ കുറവാണ്. അപ്പോൾ ഫിലമെൻറ്റിനേക്കാൾ കുറവാണ് CFLനേക്കാൾ കുറവാണ് എന്തിൽ LED ബൾബുകളിൽ. അതുപോലെ താപോർജ്ജവും ഫിലമെൻറ്റ് ബൾബിൽ കൂടുതലാണ്, CFLലും LEDയിലും ഒക്കെ എന്താണ് കുറവാണ്. CFLനെ അപേക്ഷിച്ചിട്ട് LEDയിൽ വളരെ കുറവാണ് എന്തെന്ന് പറയുന്നത് താപോർജ്ജം എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത ഒരു ചാപ്റ്ററാണ് ചലനം നിത്യജീവിതത്തിൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ചലനം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിനുണ്ടാവുന്ന മാറ്റമാണ് ചലനം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിനുണ്ടാവുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ചലനം എന്ന് പറയുന്നത്. ഇനി നിശ്ചലാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കാത്ത അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നിശ്ചലാവസ്ഥ. ചലനം എന്ന് പറഞ്ഞാൽ സ്ഥാനത്തിൽ മാറ്റമുണ്ടാവും. നിശ്ചലാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് മാറ്റം ഉണ്ടാകാത്ത അവസ്ഥയെയാണ് എന്തെന്ന് പറയുന്നത് നിശ്ചലാവസ്ഥ എന്ന് പറയുന്നത്. ഇനി എന്താണ് റെഫറൻസ് ബോഡി, അതായത് അവലംബക വസ്തു എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെയോ സ്ഥാനത്തെയോ അടിസ്ഥാനമാക്കി മാത്രമേ മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കൂ. ഇതിനായി ഉപയോഗിക്കുന്ന അടിസ്ഥാന വസ്തുവാണ് അവലംബക വസ്തു, അതായത് റെഫറൻസ് ബോഡി. അതായത് ഏതെങ്കിലും ഒരു വസ്തുവിനെ വെച്ചിട്ടാണ് മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതിപ്പോൾ നമ്മൾ ഒരു പോസ്റ്റിൻ്റെ അടുത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൽ കൂടെ പോകുന്ന ഒരാൾ ചലിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവും. എങ്ങനെയാണ്? അയാൾ ആ പോസ്റ്റ് കടന്നു പോകുമോ, അല്ലെങ്കിൽ ഒരു സാധനം ആ പോസ്റ്റ് കടന്നു പോകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, അതവിടെ ചലിക്കുന്ന ഒരു വണ്ടി ചലിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവാം. അപ്പോൾ ആ പോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക അവലംബക വസ്തു അല്ലെങ്കിൽ റെഫറൻസ് ബോഡി എന്ന് പറയുന്നത്. ഇനി എന്താണ് നേർരേഖാ ചലനം എന്ന് പറയുന്നത്? ഒരു വസ്തുവിൻ്റെ നേർരേഖയിലുള്ള ചലനത്തെയാണ് നേർരേഖാ ചലനം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലുള്ള ചലനത്തെ നേർരേഖാ ചലനം എന്ന് പറയുന്നു. അപ്പോൾ ഭ്രമണ ചലനം എന്ന് പറഞ്ഞാൽ എന്താണ്? റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം അക്ഷത്തെ ആധാരമാക്കി വസ്തുക്കൾ ചലിക്കുന്നതാണ് ഭ്രമണ ചലനം. സ്വന്തം അക്ഷത്തെ ആധാരമാക്കി വസ്തുക്കൾ ചലിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഭ്രമണ ചലനം എന്ന് പറയുന്നത്. ഈ വർത്തുള ചലനം എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തുക്കളുടെ വൃത്താകാരമായ പാതയിലുള്ള ചലനമാണ് വർത്തുള ചലനം എന്ന് പറയുന്നത്. ദോലനം എന്നാൽ എന്താണ്? ത്വലന സ്ഥാനത്തെ ആസ്പദമാക്കി ഒരു വസ്തു ഇരുവശങ്ങളിലേക്കും നടത്തുന്ന ചലനമാണ് ദോലനം. ത്വലന സ്ഥാനത്തെ അടിസ്ഥാനമാക്കി ഒരു വസ്തു ഇരുവശങ്ങളിലേക്കും നടത്തുന്ന ചലനത്തെയാണ് ദോലനം എന്ന് പറയുന്നത്. കമ്പനം എന്നാൽ എന്താണ്? ദ്രുതഗതിയിലുള്ള ദോലനത്തെയാണ് നമ്മൾ കമ്പനം എന്ന് പറയുന്നത്. ദോലനം എന്നാൽ ഇരുവശത്തേക്കും നടത്തുന്ന ചലനമാണ്. ആ ദ്രുതഗതിയിലുള്ള ദോലനത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു? കമ്പനം എന്ന് പറയുന്നത്. അപ്പം ഈ കമ്പനം മൂലമാണ് എന്തുണ്ടാകുന്നത്? ശബ്ദം ഉണ്ടാകുന്നത്. ഏതൊരു ശബ്ദം ഉണ്ടാക്കുമ്പോഴും അതിനനുകരണമായി ഏതെങ്കിലും ഒരു വസ്തു കമ്പനം ചെയ്യുന്നുണ്ട്. നമ്മുടെ തൊണ്ടയിലെ സ്വനപേടകത്തിലെ സ്വനതന്തുക്കൾ കമ്പനം ചെയ്യുന്നത് മൂലമാണ് നമുക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്നത്. ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യിച്ച് ചെവിയുടെ അടുത്ത് പിടിച്ചാൽ നമുക്കൊരു ശബ്ദം കേൾക്കാൻ കഴിയും. വലിച്ചു കെട്ടിയ കമ്പികൾ വ്യത്യസ്ത രീതിയിൽ കമ്പനം ചെയ്യിച്ചാണ് വീണ, വയലിൻ തുടങ്ങിയവ സംഗീതം ഉണ്ടാക്കുന്നത്. ചെണ്ട പോലുള്ള വാദ്യങ്ങളിൽ ഡയഫ്രമാണ് കമ്പനം ചെയ്യുന്നത്. ഓടക്കുഴൽ, ഹാർമോണിയം എന്നിവയിൽ വായുവാണ് കമ്പനം ചെയ്യുന്നത്. എന്താണ് കമ്പനം എന്ന് മനസ്സിലായല്ലോ. ബലവും ചലനവും. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കണം. ചലിക്കുന്ന വസ്തുക്കളുടെ ചലനവേഗതയിൽ മാറ്റം വരുത്താനും ദിശ മാറ്റാനും ബലം പ്രയോഗിക്കണം. അപ്പോൾ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനും അതുപോലെ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും എന്ത് വേണം? ബലം പ്രയോഗിക്കണം. ചലിക്കുന്ന വസ്തുക്കളുടെ ചലനവേഗതയിൽ മാറ്റം വരുത്താനും ദിശ മാറ്റാനും എന്ത് വേണം? ബലം പ്രയോഗിക്കേണ്ടതുണ്ട്. ഇനി അടുത്തൊരു ചാപ്റ്ററാണ് മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി എന്ന് പറയുന്നത്. ജീവിത സാഹചര്യം മെച്ചപ്പെട്ടപ്പോൾ ആഹാരശീലങ്ങളിൽ മാറ്റമുണ്ടായി. ഇത്തരം മാറ്റങ്ങൾ ആരോഗ്യകരമായ ജീവിതത്തിന് പര്യാപ്തം അല്ല. വൈവിധ്യമാർന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗപ്പെടുത്തി എല്ലാ പോഷക ഘടകങ്ങളും ലഭിക്കത്തക്ക വിധം ഭക്ഷണം ക്രമീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വയോജനങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് തന്നിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷവും ഒക്ടോബർ 1 വയോജന ദിനമായി ലോകമെമ്പാടും ആചരിക്കുന്നു. അപ്പോൾ എല്ലാ വർഷവും ഒക്ടോബർ 1 എന്തെന്ന് പറയുന്നത് വയോജന
ദിനം എന്ന് പറയുന്നത്. ഉറക്കം. രാത്രി ഉറങ്ങുമ്പോൾ ശരീരത്തിന് നല്ല വിശ്രമം ലഭിക്കുന്നു. ഈ സമയത്താണ് ശരീരകോശങ്ങൾ അവയുടെ കേടുപാടുകൾ തീർക്കുന്നത്. ഉറങ്ങുമ്പോൾ പേശികൾ നിശ്ചലാവസ്ഥയിലാണ്. ശ്വാസോച്ഛ്വാസവും ഹൃദയമിടിപ്പും ദഹനപ്രവർത്തനങ്ങളും മന്ദഗതിയിലാവും. ശരീരത്തിലെ സങ്കീർണമായ പല രാസപ്രവർത്തനങ്ങളും നടക്കുന്നത് രാത്രി നാം ഉറങ്ങുമ്പോഴാണ്. അതിനാൽ രാത്രിയിലെ ഉറക്കനഷ്ടത്തിന് പകരമാവില്ല പകലിലെ ഉറക്കം. ആവശ്യത്തിലധികം ഉറങ്ങുന്നതും നല്ലതല്ല. നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരാൾക്ക് 7-8 മണിക്കൂർ ഉറക്കം ആവശ്യമാണ്. അതായത് ചെറിയ കുട്ടികൾക്ക് 7-8 മണിക്കൂർ ഉറക്കം എന്താണ് ആവശ്യമാണ്. അപ്പോൾ രാത്രി ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് വിശ്രമം ലഭിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ, അതുപോലെ അവയുടെ കേടുപാടുകൾ തീർക്കുന്നതും, അതുപോലെ ഉറങ്ങുന്ന പേശികൾ നിശ്ചലാവസ്ഥയിലാണ്. ഉറങ്ങുമ്പോഴാണ് നമ്മുടെ പേശികൾ എന്ന് പറയുന്നത് നിശ്ചലാവസ്ഥയിലാവുന്നത്. അതുപോലെ ശ്വാസോച്ഛ്വാസവും ഹൃദയമിടിപ്പും ദഹനപ്രവർത്തനവും ഒക്കെ മന്ദഗതിയിലാകുന്നതും എപ്പോഴാണ്? ഉറങ്ങുമ്പോഴാണ്. ശരിയായ ആരോഗ്യത്തിന് ആഹാരം പോലെ തന്നെ പ്രധാനമാണ് വ്യായാമവും ഉറക്കവും. ഉറക്ക ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? മെലാട്ടോണിനാണ്. ഉറക്ക ഹോർമോൺ എന്നറിയപ്പെടുന്നത് മെലാട്ടോണിനാണ്. ഇതിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് രാത്രിയിലാണ്. അപ്പോൾ മെലാട്ടോണിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് എപ്പോഴാണ്? രാത്രിയിലാണ്. നമ്മുടെ ശരീരത്തിലെ ഒരു ഗ്രന്ഥി, അതായത് പീനിയൽ ഗ്രന്ഥി, ഇരുട്ടിനോട് പ്രതികരിക്കുന്നതിൻ്റെ ഫലമായാണ് മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പ്രഭാതമാകുമ്പോൾ പ്രകാശത്തിൻ്റെ സാന്നിധ്യം മൂലം ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. അപ്പോഴാണ് നാം ഉണരുന്നത്. ഉണർന്നിരിക്കുന്നതിന് പ്രചോദനം നൽകുന്നവയാണ് കാപ്പി, ചായ, കോള എന്നിവ. അതിനാൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇവ കുടിക്കരുത്. ക്ഷീണം, ഏകാഗ്രതയില്ലായ്മ, ഉന്മേഷക്കുറവ്, പെട്ടെന്നുള്ള ദേഷ്യം തുടങ്ങിയവ ഉറക്കമില്ലായ്മയുടെ ഫലമായി ഉണ്ടാവും. ഇനി എന്താണ് പ്രമേഹം എന്ന് പറഞ്ഞാൽ? 100 മില്ലി രക്തത്തിലെ പഞ്ചസാരയുടെ സാധാരണ അളവ് 70-100 മില്ലിഗ്രാമാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ, അതായത് ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായി ഉയരുന്ന രോഗമാണ് എന്ത് എന്ന് പറയുന്നത്? പ്രമേഹം എന്ന് പറയുന്നത്. രാവിലെ ആഹാരത്തിന് മുമ്പ് രക്തത്തിലെ ഷുഗർ 170 മില്ലിഗ്രാമും ആണെങ്കിൽ അവയ്ക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുതലാണ് എന്നാണ് അർത്ഥം. ഇനി ഈ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അമിത വിശപ്പ്, അമിതമായി മൂത്രമൊഴിക്കൽ, മുറിവുണങ്ങാനുള്ള താമസം, അമിതമായ ദാഹം, തളർച്ച എന്നിവയെല്ലാം എന്തിന് ലക്ഷണമാണ്? പ്രമേഹത്തിൻ്റെ. നമുക്ക് ഷുഗറൊക്കെ ഉള്ളവരിനോട് പറയും നല്ല വിശപ്പായിരിക്കും, അതുപോലെ അവർക്കൊക്കെ മുറിവ് പറ്റി പറഞ്ഞാൽ അതെന്ത് ചെയ്യില്ല? ഉണങ്ങാൻ ഒരുപാട് താമസവും എടുക്കും. ഇൻസുലിനും പ്രമേഹവും. ശരീരത്തെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണാണ്. ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് ആരാണ്? പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണാണ്. ഫെഡറിക് ബാറ്റിംഗ്, ജോൺ മക്ലോയ്ഡ് എന്നീ ശാസ്ത്രജ്ഞരാണ് 1921 ഇൻസുലിൻ ഹോർമോൺ കണ്ടെത്തിയത്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ നാശം കാരണം ശരീരത്തിന് ആവശ്യമായത്ര ഇൻസുലിൻ ഉൽപ്പാദിക്കപ്പെടാത്ത അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹം. ഇത് കുട്ടികളിലാണ് സാധാരണയായി കണ്ടുവരുന്നത്. എന്നാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ശരീരത്തിന് ആവശ്യമായ അളവിൽ ഇല്ലാതെ വരികയോ ചെയ്യുന്ന അവസ്ഥയാണ് ടൈപ്പ് 2 പ്രമേഹം. നാം സാധാരണയായി കണ്ടുവരുന്നത് ടൈപ്പ് 2 പ്രമേഹമാണ്. ടൈപ്പ് 1 പ്രമേഹത്തിന് ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ കുത്തിവെക്കണം. എന്നാൽ ടൈപ്പ് 2 പ്രമേഹം ശരിയായ ജീവിതശൈലിയിലൂടെ മരുന്നുകളിലൂടെയും നിയന്ത്രിക്കാൻ കഴിയും. ഇനി എന്താണ് BP അല്ലെങ്കിൽ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്? രക്തം രക്തക്കുഴലുകളിലൂടെ ഒഴുകുമ്പോൾ രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ ചെലുത്തുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം. സിഗ്മോമാനോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചാണ് രക്തസമ്മർദ്ദം അളക്കുന്നത്. ഈ ഉപകരണത്തിൽ 120/80 mmHg റീഡിംഗ് കണക്കാക്കുന്നതാണ് സാധാരണ രക്തസമ്മർദ്ദ നിരക്ക്. പുകവലി, പൊണ്ണത്തടി, പൊട്ടാസ്യത്തിൻ്റെ കുറവ്, ഉപ്പിൻ്റെ അമിതോപയോഗം, പ്രായാധിക്യം എന്നിവ സാധാരണ രക്തസമ്മർദ്ദ നിരക്കിൽ വ്യതിയാനം വരുത്തുന്നതിന് ഇടയാക്കുന്നു. എന്താണ് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ? ഇത് നമ്മൾ 5ാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊളസ്ട്രോളിൻ്റെ കാര്യം. മൊത്തം കൊളസ്ട്രോൾ 200 mg/dl താഴെയുള്ളതാണ് ശരിയായ അവസ്ഥ. കൊളസ്ട്രോൾ HDL അതുപോലെ LDL എന്നിങ്ങനെ 2 തരമുണ്ട്.
അധികമുള്ള ചീത്ത കൊളസ്ട്രോൾ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടി രക്തപ്രവാഹത്തിന് തടസ്സമുണ്ടാക്കുന്നത് ഹൃദയാഘാതത്തിന് കാരണമാകുന്നു. ഇത് കരളിനെയും ദോഷകരമായി ബാധിക്കുന്നു. എന്നാൽ നല്ല കൊളസ്ട്രോൾ കൂടുന്നതിനനുസരിച്ച് ഹൃദയാഘാത സാധ്യത കുറയ്ക്കുന്നു. വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കുന്നു. അതുപോലെ മത്തി, അയല, ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, വാൽനട്ട് തുടങ്ങിയ ആഹാര പദാർത്ഥങ്ങളും നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ സഹായിക്കുന്നു. ഇനി എന്താണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ? തെറ്റായ ജീവിതശൈലി മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, വ്യായാമക്കുറവ്, അല്പനിദ്ര, പുകവലി, മദ്യപാനം, മാനസിക സമ്മർദ്ദം തുടങ്ങിയവ മൂലമാണ് എന്തുണ്ടാവുന്നത്? ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവുന്നത്. ക്യാൻസർ, ഹൃദ്രോഗങ്ങൾ, കരൾ വീക്കം, പൊണ്ണത്തടി, ടൈപ്പ് 2 പ്രമേഹം, വിഷാദരോഗം, രക്തത്തിലുണ്ടാവുന്ന അമിതമർദ്ദം തുടങ്ങിയവ ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. തെറ്റായ ജീവിതശൈലി നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കും. ഇതിൻ്റെ ഫലമായി മറ്റു പല രോഗങ്ങളും വരുന്നതിനോ രൂക്ഷമാകുന്നതിനോ കാരണമാകുന്നു. ധാരാളം ജീവിത സൗകര്യങ്ങൾക്കിടയിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. അതിനാൽ ഉറക്കം, വ്യായാമം, ശരിയായ ആഹാരം തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. തെറ്റായ ജീവിതശൈലി ഉപേക്ഷിച്ച് നിത്യ ജീവിതത്തിലെ ശൈലീ രോഗങ്ങളെ അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 3 ചാപ്റ്ററുകളിലും ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. കുറേ കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ തന്നെയാണ്. ചെറുതായിട്ടാണ് തന്നിട്ടുള്ളത്. നമുക്ക് വലുതായി പഠിക്കുന്നതിലും കൂടുതലായിട്ട് ചിലപ്പോൾ ചെറിയ ചെറിയ കട്ടിങ്സ് ആയി പഠിക്കുമ്പോൾ ഓർത്ത് വയ്ക്കാനും കഴിയും. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.